17ാമത്തെ ചോദ്യം, സോൾവ് ദ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് യൂസിങ് മെട്രിക്സ് മെത്തേഡ്. മെട്രിക്സ് മെത്തേഡ് ഉപയോഗിച്ച് ഈ സിസ്റ്റം ഓഫ് ഇക്വേഷൻസിനെ സോൾവ് ചെയ്യാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമ്മൾ ആദ്യമേ തന്നെ 3 മെട്രിക്സുകൾ എഴുതേണ്ടിയിരിക്കുന്നു. എ എന്ന് പറയുന്ന മെട്രിക്സ് കോഎഫിഷ്യന്റ് മെട്രിക്സ്, അതായത് 1 2 1 2 1 1 1 -3 4. അടുത്തതായി ബി എന്ന് പറയുന്ന കോൺസ്റ്റന്റുകളുടെ മെട്രിക്സ്, റൈറ്റ് സൈഡിൽ വരുന്ന കോൺസ്റ്റന്റുകൾ 18 5 3. അടുത്തതായിട്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ട സൊല്യൂഷനുള്ള, അതായത് XYZ ഉള്ള ഒരു കോളം മെട്രിക്സ്, ക്യാപിറ്റൽ X = മെട്രിക്സ് XYZ. ഇത് കാണുന്നതിനുള്ള ഫോർമുല, സൊല്യൂഷൻ ആയിട്ട് വരുന്ന എക്സ് എന്ന് പറയുന്ന മെട്രിക്സ് കാണുന്നതിനുള്ള ഫോർമുല X = A ഇൻവേഴ്സ് × B. അങ്ങനെയെങ്കിൽ A ഇൻവേഴ്സ് ആദ്യമേ കണ്ടുപിടിക്കണം. A ഇൻവേഴ്സ് കാണുന്നതിനുള്ള ഫോർമുല 1/det of A × adjoint of A, അതായത് det of A യും adjoint of A യും കാണണം. അങ്ങനെയെങ്കിൽ നമ്മൾ ആദ്യമേ തന്നെ det of A കാണുന്നു. അതിന് വേണ്ടിയിട്ട് ഡിറ്റർമിനൻ്റ് ആക്കി നമ്മൾ A എഴുതുന്നു. ഡിറ്റർമിനൻ്റ് ഓഫ് 1 2 1 2 1 1 1 -3 4. ഫസ്റ്റ് റോയിൽ കൂടി നമ്മൾ ഇതിനെ എക്സ്പാൻഡ് ചെയ്യുന്നു. 1 ഉൾപ്പെടുന്ന റോയും കോളവും മാറ്റിയതിന് ശേഷം ബാക്കി വരുന്നതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് മൈനസ് ചെയ്യുകയാണെങ്കിൽ 1 × 4 4 -3 × 1 -3 -2 × 2 ഉൾപ്പെടുന്ന റോയും കോളവും മാറ്റിയിട്ട് ബാക്കി വരുന്നതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് മൈനസ് ചെയ്യുന്നു. 2 × 4 8 -1 × 1 1 പ്ലസ് 1 × 1 ഉൾപ്പെടുന്ന റോയും കോളവും മാറ്റിയിട്ട് ബാക്കി വരുന്നത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് മൈനസ് ചെയ്യുന്നു. 2 × -3 -6 -1 × 1 -1 = 1 × 4 -3 4 + 3 7 -2 × 8 -1 7 plus 1 × -6 -1 -7 1 × 7 7 -2 × 7 14 plus 1 × -7 -7 = -14 എന്ന് നമുക്ക് ഈ ഒരു വാല്യൂ കിട്ടുന്നു, ഡിറ്റർമിനൻ്റ് ഓഫ് A. ഇനി നമ്മൾ അടുത്തതായിട്ട് കണ്ടുപിടിക്കേണ്ടത് അഡ്ജോയിൻ്റ് ഓഫ് A ആണ്. അഡ്ജോയിൻ്റ് ഓഫ് A കാണുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കോഫാക്ടറുകൾ ആദ്യമേ കണ്ടുപിടിക്കണം. കോഫാക്ടറുകൾ കണ്ടുപിടിക്കുന്നതിനുള്ള ഒരു എളുപ്പമാർഗമാണ് നമ്മൾ 4 പ്രാവശ്യം ഈ മെട്രിക്സിനകത്തെ എലമെൻസിനെ ചേർത്ത് എഴുതണം. അതായത് 1 2 1 2 1 1 1 -3 4. വീണ്ടും റൈറ്റ് സൈഡിൽ ഒന്നുകൂടി ഇത് എഴുതുന്നു. 1 2 1 2 1 1 1 -3 4. വീണ്ടും താഴെ എഴുതുന്നു 1 2 1 2 1 1 1 -3 4. വീണ്ടും ഇതിൻ്റെ റൈറ്റ് സൈഡിൽ 1 2 1 2 1 1 1 -3 4. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ഔട്ടർ ലെയറിനെ നമ്മൾ ഒഴിവാക്കി കളയുന്നു. അതിനെ നമ്മൾ കട്ട് ചെയ്ത് കളയുന്നു. അതിനുശേഷം ഇതിൻ്റെ ഉള്ളിൽ വരുന്ന 4 എലമെൻറ്റ്സ് വീതം ഇതുപോലെ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് മൈനസ് ചെയ്യുന്നു. അങ്ങനെ നമുക്ക് ഇവിടുന്ന് 9 കോഫാക്ടറുകളെ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ആദ്യത്തെ കോഫാക്ടർ നമ്മളതിനെ ക്യാപിറ്റൽ A11 എന്ന് വിളിക്കുന്നു. ക്യാപിറ്റൽ A11 = 1 × 4 -3 × 1. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതായത് 1 × 4 4 -3 4 + 3 7 എന്ന് കിട്ടുന്നു. അടുത്തത് A12, അടുത്ത സ്ഥലത്തെ കോഫാക്ടർ. ഇതുപോലെ തന്നെ നമ്മൾ കണ്ടുപിടിക്കുന്നു. 1 × 1 1 -4 × 2 8 1 -8 -7. അടുത്തത് A13 2 × -3 -6 -1 × 1 1, അതായത് -7 എന്ന് വരുന്നു. ഇനി സെക്കൻഡ് റോയിലെ കോഫാക്ടർ, അതായത് A21, അതായത് -3 × 1 -3 -2 × 4 8 -3 -8 -11. അടുത്തതായിട്ട് A22 4 × 1 4 -1 × 1 4 -1 = 3. അടുത്തതായി A23 = 1 × 2 2 -1 × -3 2 + 3 = 5. അടുത്തതായി A31 2 × 1 2 -1 × 1 1 = 1. A32
ഈക്വൽ ടു 1 ഇൻറ്റു 2 2 മൈനസ് 1 ഇൻറ്റു 1 1 2 മൈനസ് 1 1. അടുത്തതായി A33 1 ഇൻറ്റു 1 1 മൈനസ് 2 ഇൻറ്റു 2 4, അതായത് 1 മൈനസ് 4 മൈനസ് 3. അങ്ങനെ നമ്മളിവിടെ 9 കോഫാക്ടറുകളും കണ്ടുപിടിച്ചിട്ടുണ്ട്. അഡ്ജോയിൻ്റ് കാണുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോ എലമെൻസിനും പകരം ഈ കോഫാക്ടറുകൾ എഴുതുന്നു. അതായത് അഡ്ജോയിൻ്റ് ഓഫ് എ ഈക്വൽ ടു 7 മൈനസ് 7 മൈനസ് 7 മൈനസ് 11 3 5 1 1 മൈനസ് 3. ഈ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എടുക്കണം. അതായത് റോയും കോളവും പരസ്പരം ഇൻ്റർചേഞ്ച് ചെയ്യണം. അതായത് ഫസ്റ്റ് റോയെ നമ്മൾ ഫസ്റ്റ് കോളം ആക്കുന്നു, 7 മൈനസ് 7 മൈനസ് 7. സെക്കൻഡ് റോയെ നമ്മൾ സെക്കൻഡ് കോളം ആക്കുന്നു, മൈനസ് 11 3 5. തേർഡ് റോയെ തേർഡ് കോളം ആക്കുന്നു, 1 1 മൈനസ് 3. ഇതാണ് അഡ്ജോയിൻ്റ് ഓഫ് എ എന്ന് പറയുന്ന മെട്രിക്സ്. അപ്പോൾ അങ്ങനെയെങ്കിൽ എയുടെ ഇൻവേഴ്സ്, എ ഇൻവേഴ്സ് ഈക്വൽ ടു ഫോർമുല 1 ബൈ ഡിറ്റർമിനൻ്റ് ഓഫ് എ ഇൻറ്റു അഡ്ജോയിൻ്റ് ഓഫ് എ എന്നതാണ്. അതായത് 1 ഡിവൈഡഡ് ബൈ ഡിറ്റർമിനൻ്റ് ഓഫ് എ നമുക്ക് കിട്ടിയത് -14 എന്നാണ്, ഇൻറ്റു അഡ്ജോയിൻ്റ് ഓഫ് എ 7 മൈനസ് 11 1 മൈനസ് 7 3 1 മൈനസ് 7 5 മൈനസ് 3. ഇവിടെ 1 ബൈ -14 നമ്മൾ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എ ഇൻവേഴ്സ് നമ്മൾ ഇതുപോലെ തന്നെ എഴുതി നിർത്തിയാൽ മതി. അപ്പോൾ അങ്ങനെയെങ്കിൽ ഫൈനലായിട്ട് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എക്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു ബി എന്നതാണ്. അതായത് എയുടെ ഇൻവേഴ്സ് -1 ഡിവൈഡഡ് ബൈ 14 നമുക്ക് എഴുതാം. മൈനസിനെ ന്യൂമറേറ്ററിലേക്ക് എഴുതിയെന്നേ ഉള്ളൂ. ഇൻറ്റു മെട്രിക്സ് 7 മൈനസ് 11 1 മൈനസ് 7 3 1 മൈനസ് 7 5 മൈനസ് 3 ഇൻറ്റു ബി. ബി എന്ന് പറയുന്ന മെട്രിക്സ് കോൺസ്റ്റന്റ് മെട്രിക്സ് നമ്മൾ ആദ്യമേ എഴുതി വെച്ചിട്ടുണ്ട്. കോളം മെട്രിക്സ് 18 5 3 18 5 3. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ രണ്ട് മെട്രിക്സുകളെയും പരസ്പരം മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് -1 ബൈ 14 ഇൻറ്റു ഈ മെട്രിക്സിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യാണ് നമ്മൾ വേണ്ടത്. അതായത് 7 ഇൻറ്റു 18 126 പ്ലസ് -11 ഇൻറ്റു 5 അതായത് -55 പ്ലസ് 1 ഇൻറ്റു 3 3. വീണ്ടും സെക്കൻഡ് റോ ഫസ്റ്റ് കോളം -7 ഇൻറ്റു 18 -126 പ്ലസ് 3 ഇൻറ്റു 5 15 പ്ലസ് 1 ഇൻറ്റു 3 3. വീണ്ടും തേർഡ് റോ ഫസ്റ്റ് കോളം -7 ഇൻറ്റു 18 -126 പ്ലസ് 5 ഇൻറ്റു 5 25 പ്ലസ് -3 ഇൻറ്റു 3 -9 ഈക്വൽ ടു -1 ഡിവൈഡഡ് ബൈ 14 ഇൻറ്റു 74 -108 -110. ഇതാണ് രണ്ട് മെട്രിക്സുകളെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ. അപ്പോൾ അങ്ങനെയെങ്കിൽ -1 ബൈ 14 നമ്മൾ ഓരോ എലമെൻറ്റിൻ്റെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതായത് -74 ബൈ 14 എന്ന ആദ്യത്തെ വാല്യൂ ആയിരുന്നു. അടുത്ത വാല്യൂവിൽ മൈനസ് പ്ലസ് ആകുന്നു. 108 ഡിവൈഡഡ് ബൈ 14 എന്ന് വരുന്നു. അടുത്തടുത്തും മൈനസും പ്ലസ് ആകും. 110 ഡിവൈഡഡ് ബൈ 14 എന്നും വരുന്നു. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇവിടെ നമുക്ക് എഴുതാം എക്സ് ഈക്വൽ ടു -74 ബൈ 14. വേണമെങ്കിൽ നമുക്ക് ഇവിടെ 2 കട്ട് ചെയ്തുകൊണ്ട് ഇതിൻ്റെ ആൻസർ നമുക്ക് എഴുതാം. ഇതിനെ നമുക്ക് -37 ബൈ 7 എന്നുള്ള രീതിയിൽ എഴുതാം. കട്ട് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. അതുപോലെ തന്നെ y ഈസ് ഇക്വൽ ടു 108 ഡിവൈഡഡ് ബൈ 14. വേണമെങ്കിൽ നമുക്ക് 2വിനെ കട്ട് ചെയ്തുകൊണ്ട് 54 ബൈ 7 എന്നുള്ള രീതിയിൽ എഴുതാം. അതുപോലെ തന്നെ z ഈക്വൽ ടു 110 ഡിവൈഡഡ് ബൈ 14. ഇവിടെ 2വിനെ കട്ട് ചെയ്തുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ 55 ഡിവൈഡഡ് ബൈ 7 എന്നുള്ള രീതിയിൽ എഴുതാം.